നമസ്കാരം. ഭഗവാന്റെ അനുഗ്രഹം, സാക്ഷാൽ മഹാവിഷ്ണു ഭഗവാന്റെ അനുഗ്രഹം ഒരു വ്യക്തിയിൽ സിദ്ധിക്കുകയാണ് എങ്കിൽ ആ വ്യക്തിക്ക് പിന്നീട് തിരിഞ്ഞ് നോക്കേണ്ടതായ സാഹചര്യം വരില്ല എന്നതാണ് വാസ്തവം. പല വിധത്തിലും സൗഭാഗ്യങ്ങൾ, അനുകൂലമായ ഫലങ്ങൾ അവരുടെ ജീവിതത്തിൽ തേടിയെത്തുന്നതാണ്. അത്തരത്തിലൊരു സാഹചര്യമാണ് നിങ്ങളുടെ ജീവിതത്തിൽ രൂപപ്പെടാൻ പോകുന്നത് എന്ന് തന്നെ പരാമർശിക്കാം. ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന ചില പ്രധാനപ്പെട്ടതായ കാര്യങ്ങളെക്കുറിച്ചാണ് ഇനി മനസ്സിലാക്കാനായി പോകുന്നത്. ഭഗവാന്റെ ചിത്രത്തിലേക്ക് നിങ്ങൾ അല്പസമയം നോക്കുക. ഭഗവാനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട്, മനസ്സിൽ ആ ആഗ്രഹം വിചാരിച്ചുകൊണ്ട് തന്നെ ഈ ചിത്രത്തിലേക്ക്, ഭഗവാന്റെ ഈ വിശേഷപ്പെട്ടതായ ചിത്രത്തിലേക്ക് നിങ്ങൾ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ആ ആഗ്രഹവുമായി ബന്ധപ്പെട്ടും അതല്ല ഭഗവാനുമായി ബന്ധപ്പെട്ടും നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം ഭഗവാനെ പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നോക്കുക. ഭഗവാനെ നോക്കി ഏവരും മനസ്സിലൊരു ആഗ്രഹം വിചാരിച്ചു, അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സിലുള്ള ഒരു വിഷമം വിചാരിച്ചു എന്ന് തന്നെ മനസ്സിലാക്കാം. ആ കാര്യവുമായി ബന്ധപ്പെട്ട് ഭഗവാനുമായി ബന്ധപ്പെട്ട് പരാമർശിക്കുവാൻ സാധിക്കുന്നത് ഇപ്രകാരമാണ്. ഏവരും ഒരു നിമിഷം ഭഗവാനെ വന്ദിക്കുക. ഓം നമോ നാരായണായ എന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക. ചില വ്യക്തികൾ അസൂയയാൽ പ്രവർത്തിക്കുന്നത് മൂലം ആ ആഗ്രഹങ്ങൾക്ക് അല്പം കാലതാമസം നേരിട്ടു എന്ന് വരാം. നിങ്ങൾ വിചാരിക്കും ആ കാര്യം ഇപ്പോൾ നടക്കും എന്ന്. എന്നാൽ വിചാരിക്കുന്ന സമയത്ത് നടക്കണം എന്നില്ല. അല്പം കൂടി നീണ്ടു പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ചില വ്യക്തികളുടെ അസൂയ അതിനു പിന്നിലുണ്ട് എന്നത് വാസ്തവമായ കാര്യമാകുന്നു. അത് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതായ ശത്രുക്കൾ തന്നെ ആകണം എന്നുമില്ല. കാരണം മറഞ്ഞിരിക്കുന്നതായ ശത്രുക്കൾ നിങ്ങൾക്കുണ്ട്. കാണുമ്പോൾ നിങ്ങളുടെ സുഹൃത്താണ് എന്ന് തോന്നാം, അല്ലെങ്കിൽ നിങ്ങൾ വേണ്ടപ്പെട്ട ഒരു വ്യക്തിയാണ് എന്ന് തോന്നാം. എന്നാൽ അവരിലും ചില അസൂയ ഉണ്ട് എന്നതാണ് വാസ്തവം. അത്തരം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് ചില ദോഷകരമായ അല്ലെങ്കിൽ വിഷമകരമായ സാഹചര്യങ്ങൾ വന്നു ചേരാം. ക്രമേണ ആ വ്യക്തികളുടെ മുഖം മൂടി അഴിഞ്ഞ് മാറുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത് ഭഗവാന്റെ കൃപാകടാക്ഷത്താൽ ഭഗവാൻ തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായ ഒരു സന്ദേശമായി തന്നെ മാറും. കുടുംബ പ്രശ്നങ്ങളാൽ ആ ആഗ്രഹങ്ങൾക്ക് ചില തടസ്സങ്ങളുണ്ട്. കുടുംബത്തിൽ ഉണ്ടാകുന്നതായ ഐക്യമില്ലായ്മ, ചില തർക്കങ്ങൾ പലപ്പോഴും ആ ആഗ്രഹങ്ങൾ നിവർത്തിക്കുവാൻ തടസ്സമായി മാറുന്നു എന്നതും വാസ്തവമാണ്. സാമ്പത്തിക പ്രശ്നങ്ങളും പ്രധാനപ്പെട്ടതായ ഒരു കാര്യമാകുന്നു. ഇപ്പോൾ നടക്കും എന്ന് വിചാരിക്കും എങ്കിൽ പോലും സാമ്പത്തികം അനുകൂലമല്ലാത്തതിനാൽ പിന്നീട് മാറ്റിവയ്ക്കുന്നതായ സാഹചര്യങ്ങൾ പോലും ജീവിതത്തിലുണ്ട്. അങ്ങനെ പല ആവർത്തി മാറ്റിവച്ചിരിക്കുന്നു എന്നതും വാസ്തവമാണ്. എന്നാൽ നിങ്ങൾ ശുഭാപ്തി വിശ്വാസം കളയാതിരിക്കുക എന്നതാണ് വാസ്തവം. കാരണം ഭഗവാന്റെ കൃപാ കടാക്ഷം ഉള്ളതിനാൽ തന്നെ ഇത്തരം ചില കാര്യങ്ങൾ അനുകൂലമാകുന്ന സാഹചര്യങ്ങൾ ജീവിതത്തിൽ വന്നു ചേരും. ഒന്നും പ്രതീക്ഷിക്കാതെ തന്നെ ജീവിതത്തിൽ അനുകൂലമായി തീരുന്ന സാഹചര്യമാണ് വന്നു ചേരുക. പ്രധാനമായും നിങ്ങൾക്ക് വീണാലും തിരിച്ചെഴുന്നേൽക്കുവാൻ സാധിക്കും എന്നൊരു ചിന്ത ഭഗവാനായി തന്നെ തോന്നിപ്പിക്കുന്നതാണ്. അതിനാൽ മുൻപുണ്ടായിരുന്നതായ ചില ഭയം കലർന്നതായ സാഹചര്യങ്ങൾ ഒഴിഞ്ഞു പോകും. നിങ്ങൾക്ക് പല കാര്യങ്ങളും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും. ആഗ്രഹങ്ങളിലേക്ക് എത്തിപ്പെടുവാൻ സാധിക്കും. ഒരിക്കലും അതിനിടയിൽ തളരില്ല എന്നതാണ് വാസ്തവം. ശുഭാപ്തി വിശ്വാസം നേടിയെടുക്കുവാൻ സാധിക്കും. ഭഗവാന്റെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഭഗവാനെ മുറുകെ പിടിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുന്നതിലൂടെ ആ ആഗ്രഹങ്ങൾ നടക്കും എന്നതാണ് വാസ്തവം. ഭഗവാൻ നൽകുന്നതായ ഈ സന്ദേശം തീർച്ചയായും ഭഗവാന്റെ അനുഗ്രഹം നിങ്ങളിൽ വർദ്ധിച്ചിരിക്കുന്നതിനാൽ ആ ആഗ്രഹം നിങ്ങൾക്ക് നടക്കേണ്ട സമയം ആകുന്നതിനാൽ കേൾക്കുവാൻ സാധിക്കുന്നതായ കാര്യങ്ങളാകുന്നു. ചില വ്യക്തികൾ നിരുത്സാഹപ്പെടുത്തി എന്ന് വരാം. ഇപ്പോൾ ആ കാര്യങ്ങൾ വേണോ എന്ന് പോലും പലരും ചോദിക്കുന്നതായ സാഹചര്യം. എന്നാൽ നിങ്ങൾ ഭഗവാനോട് പ്രാർത്ഥിക്കുക. ഭഗവാൻ തന്നെ നിങ്ങൾക്ക് ചില സൂചനകൾ നൽകും. ആ കാര്യം
ഉടനെ നടക്കണം എന്ന സൂചനയാണ് ഭഗവാൻ നിങ്ങൾക്ക് നൽകുന്നത് എങ്കിൽ തീർച്ചയായും ആ കാര്യങ്ങൾ ആര് തന്നെ എതിർത്താലും നടക്കും എന്നതാണ് വാസ്തവം. പലപ്പോഴും ലഭിക്കില്ല എന്ന് വിചാരിക്കുന്നതായ ഇത്തരം ആഗ്രഹങ്ങൾ നിങ്ങളിലേക്ക് ഭഗവാൻ അനുഗ്രഹമായി ചൊരിയുന്നതാണ്. നഷ്ടപ്പെട്ടു പോയി എന്ന് വിചാരിക്കുന്നതായ കാര്യങ്ങൾ പോലും നടക്കുന്നതായ സാഹചര്യം, തിരികെ ലഭിക്കില്ല, തൻ്റെ അവസരങ്ങൾ അവസാനിച്ചു എന്ന് വിചാരിക്കുന്നതായ ചില കാര്യങ്ങൾ പോലും ഭഗവാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ഗൃഹദോഷത്താലുള്ള പ്രശ്നങ്ങൾ അകലും. കൂടാതെ ഈ സമയം രോഗങ്ങൾ, അത്തരത്തിൽ പല തടസ്സങ്ങളും ജീവിതത്തിൽ വന്നു ചേരും എങ്കിൽ പോലും ക്രമേണ അത്തരം കാര്യങ്ങൾ ഭഗവാൻ നിങ്ങളിൽ നിന്നും അകറ്റുകയും ആ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാക്കി തീർക്കുകയും അതിനാൽ ആഗ്രഹം നടക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. പലരും നിരുത്സാഹപ്പെടുത്തിയാൽ പോലും അത് നിങ്ങൾക്ക് ഏൽക്കാത്തതായ സാഹചര്യമാണ് വന്നു ചേരുക. ദുഃഖങ്ങൾ അല്ലെങ്കിൽ ഈ വിഷമതകൾ പലപ്പോഴും പുറമെ കാണിക്കാത്ത വ്യക്തികളാണ് നിങ്ങൾ. അത് ജീവിതത്തിൽ അനുഭവിക്കുന്നതായ പല പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടുമാകാം. ആ പ്രശ്നങ്ങൾ പോലും ജീവിതത്തിൽ നിന്നും അകലുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. ചില ആഗ്രഹങ്ങൾ മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ നടക്കുവാനുള്ള സാധ്യതകളുണ്ട്. ആ കാര്യങ്ങൾ നടന്നില്ല എങ്കിൽ പോലും നിങ്ങൾ ഒരിക്കലും വിഷമിക്കേണ്ടതായിട്ടില്ല. കാരണം നിങ്ങൾക്ക് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങളാണ് വന്നു ചേരുക. നിത്യവും നിങ്ങൾ ഭഗവാനെ ആരാധിച്ച് തന്നെ മുന്നോട്ട് പോകുന്നത് ഏറ്റവും ശുഭകരമായി തീരും. ഏതു കാര്യത്തിലും നിങ്ങൾക്ക് അടുക്കും ചിട്ടയും കൊണ്ടുവരുവാൻ സാധിക്കും. അതിനാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പലരും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, നിങ്ങളെ ഒഴിവാക്കിയിട്ടുണ്ട്, അവഗണിച്ചിട്ടുണ്ട് എന്നത് വാസ്തവമാണ്. ഇപ്പോഴും അത് യഥേഷ്ടം സംഭവിക്കുന്നതായ ഒരു കാര്യമാണ്. എന്നാൽ ഇവർ പോലും നിങ്ങളെ അംഗീകരിക്കുന്നതായ സമയം, ഇവർ പോലും നിങ്ങളെ വിശ്വസിക്കുന്നതായ സാഹചര്യം, അത്തരം ചില കാര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു ചേരും. തള്ളിപ്പറഞ്ഞവർ പോലും നിങ്ങളെ പിന്തുണയ്ക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. അത്രമേൽ അനുകൂലമായ കാര്യങ്ങൾ ഭഗവാനുമായി ബന്ധപ്പെട്ട് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട്. പോസിറ്റീവായ ഊർജം നിങ്ങളിൽ നിറയും. പോസിറ്റീവായ ചിന്താഗതി നിങ്ങളിലേക്ക് വന്നു ചേരും. പലതും അസാധ്യമായതുപോലും നിങ്ങൾക്ക് പെട്ടെന്ന് അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ പോലും വന്നു ചേരും. മാറ്റങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്നതായ സമയമാണ്. അത് നിങ്ങൾക്ക് പ്രകടമായി തുടങ്ങും എന്നതാണ് വാസ്തവം. പെട്ടെന്ന് വിഷമിക്കുന്നതായ സാഹചര്യങ്ങൾ നിങ്ങൾക്കുണ്ട്. എന്ത് സംഭവിച്ചാലും പലപ്പോഴും വിഷമം നിങ്ങൾക്ക് താങ്ങുവാൻ സാധിക്കാത്തതായ സാഹചര്യമുണ്ട്. അതിൽ മാറ്റങ്ങൾ വന്നു ചേരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നതുമാണ്. അത് അതേപോലെ തന്നെ നടക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പല കാര്യങ്ങളും പ്രതികൂലമാണ് എങ്കിലും സ്വസ്ഥതയില്ലാത്ത അവസ്ഥകൾക്ക് മാറ്റം വരികയും അനുകൂലമായി തീരുകയും ചെയ്യാം. ആരോ നിങ്ങളിൽ നിന്നും അകന്നു നിൽക്കുന്നു എന്ന പ്രതീതി നിങ്ങൾക്കുണ്ട്. അല്ലെങ്കിൽ അത്തരത്തിൽ ചില വാസ്തവമായ ചില കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട്. അവർ പോലും നിങ്ങളുടെ അടുത്തേക്ക് മടങ്ങി വരികയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങളിൽ വിഷമങ്ങൾ നേരിടുന്നുവോ അതിൽ ചിലതെങ്കിലും പരിഹരിക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ ഭഗവാന്റെ അനുഗ്രഹത്താൽ കടന്ന് വരിക തന്നെ ചെയ്യും. അനുകൂലമായ ഫലങ്ങൾ അത് പ്രതീക്ഷിക്കാത്ത വ്യക്തികളിൽ നിന്നോ പ്രതീക്ഷിക്കുന്ന വ്യക്തികളിൽ നിന്നോ നിങ്ങൾക്ക് കടന്നു വരും. നിങ്ങളെ കൈവിടേണ്ടതില്ല എന്ന ചിന്ത പലരുടെയും ഉള്ളിലേക്ക് കടന്നു വരും. അത് പ്രത്യക്ഷമായി നിങ്ങൾക്ക് അനുഭവത്തിൽ പ്രകടമാകുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. പലരുടെയും സ്വഭാവത്തിൽ ചില പ്രകടമായ മാറ്റങ്ങൾ കടന്നു വരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. പലർക്കും അവർ ചെയ്തതായ തെറ്റുകൾ മനസ്സിലാക്കുവാൻ സാധിക്കുന്ന സാഹചര്യങ്ങൾ വന്നു ചേരും. അതവർ കുറ്റബോധത്താൽ നിങ്ങളോട് പ്രകടിപ്പിക്കണം എന്നില്ല. എന്നാൽ സ്വഭാവത്തിലൂടെ നിങ്ങൾക്ക് അത് മനസ്സിലാക്കിയെടുക്കുവാൻ വായിച്ചെടുക്കുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. ആഗ്രഹിച്ചതായ പലതും നിങ്ങളിലേക്ക് ഭഗവാൻ കൊണ്ടുവന്നു തരുന്ന സമയമാണ്. ഈ സമയം ഭഗവാനെ ആരാധിച്ച് തന്നെ നിങ്ങൾ മുന്നോട്ട് പോകണം. പല കാര്യങ്ങൾ കൊണ്ടും തടസ്സങ്ങൾ നേരിടാം. ഭഗവാനെ ആരാധിക്കുന്നതിൽ തടസ്സങ്ങൾ വന്നു ചേരും എങ്കിൽ പോലും അത് തരണം ചെയ്ത് നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എന്നതാണ് വാസ്തവം. അതിനാൽ പല പ്രതിസന്ധികളും പരീക്ഷണങ്ങൾ തന്നെയാകാം. ആ പരീക്ഷണങ്ങൾ അതിജീവിക്കാനുള്ള കരുത്തും ഭഗവാൻ നിങ്ങൾക്ക് നൽകിയിട്ടുള്ളതാണ്. അത് മനസ്സിലാക്കി തന്നെ നിങ്ങൾ പ്രവർത്തിക്കണം.
എന്ന കാര്യം പ്രത്യേകം ഓർക്കുക.